കാസർഗോഡ് CKNS ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ കഥാപ്രസംഗം അവതരിപ്പിച്ചത് ആനുകാലിക വിഷയത്തെ അധികരിച്ചായിരുന്നു. ആസിഡ് ആക്രമണത്തിൽ വിധേയായ രേഷ്മ ഭാനു ഖുറേഷിയുടെ ആത്മകഥയെ ആസ്പദമാക്കിയായിരുന്നു കഥാപ്രസംഗം. വിശദാംശങ്ങളുമായി ചന്തു എസ് നായർ ചേരുന്നു. വേദിയിൽ വ്യത്യസ്ത കഥകൾ കേൾക്കുവാനും വ്യത്യസ്ത കാര്യങ്ങൾ വിശകലനം ചെയ്യാനും കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല ഇത് കാണാൻ നല്ല പ്രേക്ഷക ബാഹുല്യവും ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം കുട്ടികളെല്ലാം നല്ല നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് തന്നെയാണ് കഥകൾ പറഞ്ഞത്. 16 ടീമുകളാണ്, 16 സ്കൂളുകളാണ് ഈ വേദിയിൽ മത്സരിച്ചത്. എല്ലാവരും നല്ല നിലവാരം പുലർത്തിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പ്രധാനമായും പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ള കഥകളായിരുന്നു കുട്ടികൾ കൂടുതൽ പേരും അവതരിപ്പിച്ചത്. എന്നാൽ എടുത്തു പറയാൻ ആനുകാലിക പ്രസക്തിയുള്ള കഥകളും അതോടൊപ്പം തന്നെ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിലെ കഥകളും ഒക്കെ പറയാൻ കുട്ടികൾ മുന്നോട്ട് വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രധാനമായി നാം പറയേണ്ടത് ഇതിൽ കൂടുതൽ കഥ പറഞ്ഞത് പെൺകുട്ടികളായിരുന്നു. പിന്നണിയിൽ നിന്നത് ആൺകുട്ടികളാണെങ്കിലും കൂടുതൽ പെൺകുട്ടികളാണ് കഥ പറഞ്ഞത്. നമുക്ക് പഴയകാല സാംബശിവന്റെയും കൊലബാവുവിന്റെയും കാലഘട്ടത്തിൽ ആണുങ്ങളാണ് കൂടുതൽ സ്റ്റേജുകളിൽ കയറി കഥകൾ പറഞ്ഞ് ആളുകളെ വിസ്മയം കൊള്ളിച്ചിരുന്നതെങ്കിൽ ഇവിടെ ഈ വേദിയിൽ പെൺകുട്ടികൾ വന്ന് അവർ തങ്ങളുടെ പാടാനുള്ള കഴിവും കഥ പറയാനുള്ള കഴിവും സമ്മിശ്രമായി കാണിച്ചു തരികയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സെന്റ് ജോസഫ് സ്കൂളിൽ എന്നോടൊപ്പം കാസർഗോഡ് നിന്നുള്ള സ്കൂളിലെ കുട്ടികൾ അവരെ അവതരിപ്പിച്ചത് ആനുകാലിക പ്രസക്തമായ ഖുറേഷിയുടെ ആത്മകഥയെ ആസ്പദമാക്കിയുള്ള ആസിഡ് ആക്രമണത്തിൽ ഒരു കുടുംബം നേരിട്ട തീരാ ദുഃഖത്തിന്റെ കഥ പറയുന്ന കഥയായിരുന്നു അവർ അവതരിപ്പിച്ചത്. നമുക്ക് ചോദിക്കാം, മോൾ എന്തായിരുന്നു മോൾ നൽകിയ കഥയും അതിലുള്ള സന്ദേശം എന്തായിരുന്നു? സ്ത്രീകൾ അനുഭവിക്കുന്ന ക്രൂരതകൾക്കെതിരാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അപ്പോ രേഷ്മ ഭാനു ഖുറേഷിയുടെ ആത്മകഥയിൽ നിന്നാണ് ഈ ഒരു കഥ ഉണ്ടാക്കിയത്. പെണ്ണെന്നാൽ വെറുമൊരു ശരീരമോ ഉപഭോഗ വസ്തുവോ ആണെന്ന് ചിന്തിക്കുന്ന, അടിച്ചും തൊഴിച്ചും പെട്രോൾ ഒഴിച്ച് ചുട്ടും ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയും അവളെ നശിപ്പിക്കാമെന്ന് കരുതുന്ന മനോവൈകല്യങ്ങൾക്കാണ് ചികിത്സ നൽകേണ്ടത്. അതിനായി ഇനിയും രേഷ്മ ഖുറേഷിമാർ ഉയർന്നു വരും. കാലമൊരു കാറ്റായുദിക്കെടുത്തവേ തീനാളമായി കത്തിപ്പടർന്നവൾ ഇനി വരും നാളിലും കനലായി എരിയട്ടെ ഓർമ്മയും പാതി വെന്തൊരാ നെഞ്ചവും. തീർച്ചയായിട്ടും അങ്ങനെ വ്യത്യസ്തമായ കഥകളാണ് നമ്മൾ കേട്ടതും കണ്ടതുമെല്ലാം ഇവിടെ. അത് തന്നെയാണ് അതിലൊരാളാണ് നമ്മളോടൊപ്പം ഇപ്പൊ ചേർന്നത്. മാത്രമല്ല തബലയും അതിനോടുള്ള പിന്നൊരുക്കങ്ങളും നൽകിയവരും നമ്മോടൊപ്പം ഇവിടെ ചേർന്നിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സെന്റ് ജോസഫ് സ്കൂളിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്.